നമ്മുടെ നാട്ടില് കുടുംബസംഗമത്തിന് ഇതിലേറെ നല്ല മൈക്ക് കിട്ടും. അഹങ്കാരമാ ഹനാൻ ഷോ അഹങ്കാരമോ? ഞാൻ ഇല്ല, ഇത് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒറ്റ കാര്യം ഗൈസ്, നിങ്ങൾ ഞാൻ പറയാം. ഒരു കോൺസേർട്ട് നടത്തുക എന്നുള്ളൊരു കാര്യം പറയാൻ നമ്മൾ ചെയ്യാൻ പോകുന്ന സമയത്ത് നമുക്ക് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ വേണം. അത് ഈ റൂമിൽ ഇരുന്നാലും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമുക്ക് വെളിയിലിരുന്ന് റീൽസ് മാത്രം കണ്ടുകൊണ്ടിരുന്നാൽ നമുക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പോണത് കൊണ്ടാ പറഞ്ഞത്, നമുക്ക് ബേസിക് ആയിട്ട് നമുക്ക് കുറച്ച് സാധനങ്ങൾ വേണം. അതായത് എന്താ പറയാ, ഇന്നിയേഴ്സ് ഞാൻ വെച്ചേക്കുന്ന ഈ സാധനം ഉണ്ടല്ലോ, ഇതിനകത്തൂടെ, അതായത് നിങ്ങൾക്ക് അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞുതരാം. നിങ്ങൾ പാട്ട് പാടുന്നത്, നിങ്ങൾ പാട്ട് വെളിയിൽ നിന്ന് കേൾക്കുന്ന സമയത്ത് ഈ സാധനത്തിൽ കൂടെയാണ് നമുക്ക് പാട്ടിന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അകത്ത് കേൾക്കുന്നത്. മനസ്സിലായ? ഇതൊക്കെ ബേസിക് നീഡാ, ഒരു പാട്ടുകാരന്റെ ബേസിക് നീഡാ. ഈ സാധനം ചെവിയിൽ വെക്കണം. ഇന്നിയേഴ്സ്, അതുപോലെ ഫ്രണ്ടിലത്തെ മോണിറ്റേഴ്സ്, മൈക്ക്, ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്, കുറെ സ്പീക്കേഴ്സ്. ഇതൊന്നും പ്രൊവൈഡ് ചെയ്യാതെ പുള്ളിയെ പുറത്തെ രാജ്യത്ത് ഒരു പരിപാടിക്ക് വിളിക്കണ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്തില്ലെങ്കിൽ അത് ആ കോർഡിനേറ്റ് ചെയ്ത ആൾക്കാരുടെ ഇഷ്യൂ തന്നെയാണ്. മനസ്സിലായ? അതിന് ഇത്രയും ഹെയ്റ്റ് ക്യാമ്പയിനും അഹങ്കാരം ഒന്നും പറയേണ്ട ആവശ്യമില്ല. പുള്ളിയുടെ ആസ് ആൻ ആർട്ടിസ്റ്റ് പുള്ളിയുടെ ബേസിക് റിക്വയർമെന്റ് ആണ് അതൊക്കെ. അതെങ്ങനെ അഹങ്കാരമാവും? ബ്രോ ഇപ്പൊ ലൈവ് ചെയ്യുമ്പോൾ ബ്രോയ്ക്ക് ഫേസ് ക്യാം ആയിട്ട് വെച്ചിരിക്കണം. നല്ല ക്വാളിറ്റിയിൽ ഔട്ട് കൊടുക്കാനല്ലേ ഫേസ് ക്യാം വെച്ചിരിക്കുന്നത്. DSLR വെച്ചിരിക്കുന്നത് എന്തിനാ? നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ഒരു ഔട്ട് കൊടുക്കണം പുറത്തോട്ട്. അതുകൊണ്ടാണ് DSLR. അല്ലെങ്കിൽ 4000 രൂപ 2000 രൂപയുടെ ഫേസ് ക്യാം മേടിച്ച് വെച്ചാൽ പോരായിരുന്നു. എന്തുകൊണ്ടാണ് ബ്രോ DSLR വെച്ചിരിക്കുന്ന ഈ ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ നല്ലൊരു ക്വാളിറ്റി ക്യാമറ വെച്ചിരിക്കുന്നത്? എന്തുകൊണ്ടാ? ബ്രോയുടെ സാധനം നല്ല ക്വാളിറ്റിയിൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാ. നല്ല ക്വാളിറ്റിയിൽ ആൾക്കാരിലേക്ക് എത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ റിക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. സോ അങ്ങനത്തെ അവർക്ക് ടെക്നിക്കൽ സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ഭയങ്കര കാര്യമാണ്. എല്ലാരും ഇപ്പൊ പുതിയ സിംഗേഴ്സിനെ മറ്റേ പാട്ടിട്ട് പാടും. ഞാൻ ബാക്കിംഗ് ട്രാക്ക് ഒന്നും ഇടാതെ ഞാൻ ഇത് ബാക്കിംഗ് ട്രാക്ക് ഇടുന്ന ഒരു ഇതാണെന്നല്ല പറയണേ. ബാക്കിംഗ് ട്രാക്ക് ഇട്ട് അവരവരുടെ സ്വന്തം പാട്ട് പാടുന്നവരാ. ബ്രോ ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളത്, എല്ലാരും ഇത്ര ഹേറ്റ് ക്യാമ്പയിൻ പുള്ളി ചിറാപ്പുഞ്ചി പാടുന്നത് ഓരോ നാട്ടിലെ ഓരോ സ്ഥലത്താ. റീൽ കാണുന്നവർ ഒരേ സ്ഥലത്തിരുന്ന് അത് സെയിം കണ്ടോണ്ടിരിക്കുക. പക്ഷെ പുള്ളി പോണത് പല പല സ്ഥലത്താ. അപ്പൊ അവിടെ പോകുമ്പോ ആളുടെ സ്വന്തം പാട്ട്, പുള്ളി പാടിയ പാട്ട് ചിറാപ്പുഞ്ചി ആൻഡ് ലോകയിലെ പാട്ട് ലോകം